ഹലോ സുഹൃത്ത്, നമസ്കാരം. ജെ ഡി എസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 27, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെ ഡി എസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെയും മിനിയാന്നും കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല ക്രിസ്മസ് ആയി ബന്ധപ്പെട്ട്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ 35 കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട് ജയിക്കാനുള്ളത്. കുറച്ച് നീണ്ടുപോകും ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അന്തരിച്ചു. 92 വയസ്സായിരുന്ന അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. 2004 മുതൽ 2014 വരെ അദ്ദേഹം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 4ാമത്തെ ഏറ്റവും ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. നാളത്തെ കറണ്ട് അഫേഴ്സിൽ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഉണ്ടാകും. ഇന്ന് ഡിസംബർ 27. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ദി ₹49,000 crore കെൻ ബെറ്റ്വ റിവർ ലിങ്ക് പ്രൊജക്ട്. 49,000 കോടി രൂപയുടെ കെൻ ബെറ്റ്വ റിവർ ലിങ്ക് പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ് കെൻ ബെറ്റ്വ റിവർ ലിങ്ക് പ്രോജക്ട്. ഇത് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പദ്ധതി ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഡിസംബർ 25 മധ്യപ്രദേശിൽ വെച്ച് കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ട് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഒരു പ്രൊജക്ട് ആണ്. അതായത് കെൻ ബെറ്റ്വ റിവർ ലിങ്ക് പ്രൊജക്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രൊജക്ട്. അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു വിഷൻ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ട്. ഇതാണിപ്പോൾ ഡിസംബർ 25 ഇതിന്റെ പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മധ്യപ്രദേശിൽ വെച്ച്. 2 നദികളെ യോജിപ്പിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ട്. കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ടിന്റെ കണക്കാക്കിയ പദ്ധതി ചെലവ് എത്രയാണ്? 45,000 കോടി രൂപ. ഇപ്പൊ 45,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ്. 45,000 crore എമൗണ്ട് മുടക്കിക്കൊണ്ടുള്ള ഒരു കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ട് ആണ് മധ്യപ്രദേശിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ടിൽ നിന്ന് ഏത് പ്രദേശത്തെ കർഷകർക്ക് പ്രയോജനം ലഭിക്കും? ബുണ്ടേൽഖണ്ഡ് ഫാർമേഴ്സ്. ബുണ്ടേൽഖണ്ഡ് എന്ന പ്രദേശം, ഇവിടുത്തെ കർഷകർക്കാണ് കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ടിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാൻ പോകുന്നത്. 45,000 കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള ഒരു പ്രൊജക്ട് ആണ് കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ട്. അതായത് 2 നദികൾ, കെൻ എന്ന നദിയും ബെറ്റ്വ എന്ന നദിയും ഇന്റർലിങ്ക് ചെയ്യുന്ന ഒരു പ്രൊജക്ട്. ഏത് 2 സംസ്ഥാനങ്ങളിലെ 8.11 ലക്ഷം ഹെക്ടറിൽ ജലസേചനം നടത്താനാണ് കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പദ്ധതി ലക്ഷ്യമിടുന്നത്? മധ്യപ്രദേശും ഉത്തർപ്രദേശും. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, അതായത് കെൻ ബെറ്റ്വ ഇന്റർലിങ്ക് പ്രോജക്ട്. ഇതിന് പ്രധാനമായിട്ടും പറയുമ്പോൾ ജലസേചനം, ഇറിഗേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് മധ്യപ്രദേശ്, ഉത്തർപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. 45,000 കോടി രൂപയുടെ ഒരു വലിയൊരു പ്രൊജക്ട്. ഇത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അടങ്ങുന്ന ബുണ്ടേൽഖണ്ഡ് ഫാർമേഴ്സിന് വേണ്ടി, ബുണ്ടേൽഖണ്ഡിലെ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു പ്രൊജക്ട് ആണത്. ഡോക്ടർ അംബേദ്കറിന്റെ ഒരു വിഷൻ ആണ് ഇവിടെ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. കെൻ ബെറ്റ്വ ലിങ്ക് പ്രൊജക്ടിലെ അണക്കെട്ട് ഏതാണ്? ദൗതൻ ഡാം. കെൻ ബെറ്റ്വ ലിങ്ക് പ്രൊജക്ടിലെ അണക്കെട്ടാണ് ദൗതൻ അണക്കെട്ട്. ഇതിപ്പോൾ നിർമ്മിക്കാൻ പോവുകയാണ്. ഈ ഒരു അണക്കെട്ടിൽ വെള്ളം സ്റ്റോർ ചെയ്യുകയും അതിൽ നിന്ന് കെൻ എന്ന നദിയിലേക്ക് ഒഴുക്കുകയും ബെറ്റ്വ റിവർ ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ബെറ്റ്വ റിവറിലേക്ക് വെള്ളം എത്തിക്കുക എന്ന ഒരു വലിയൊരു പ്രൊജക്ട് ആണ് നടത്താൻ പോകുന്ന ഈ ഒരു പ്രൊജക്ട്. ഇന്ത്യയിലെ ആദ്യത്തെ നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? കെൻ ബെറ്റ്വ നദി ഇന്റർലിങ്ക് പ്രൊജക്ട്, കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു പ്രൊജക്ട് ആണത് കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ട്. കെൻ ബെറ്റ്വ ലിങ്ക് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടൈഗർ റിസർവ് ഏതാണ്? പന്ന ടൈഗർ റിസർവ്. ഇപ്പൊ പന്ന ടൈഗർ റിസർവ് ഉൾപ്പെടുന്ന ഇന്ത്യയിലെ 2 നദികൾ സംയോജിപ്പിക്കുന്ന രീതിയിലുള്ള, ഇന്റർലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും, ഉത്തർപ്രദേശിലെ 8.11 ലക്ഷം ഹെക്ടർ പ്രദേശം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രൊജക്ട് ആണ് ഇത്. ബുണ്ടേൽഖണ്ഡ് എന്ന പ്രദേശത്തെ കർഷകർക്കും അതുപോലെ തന്നെ 2 സംസ്ഥാനങ്ങളിൽ തന്നെ കർഷകർക്ക് വളരെയധികം സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പ്രൊജക്ട് ആണ് വരാൻ പോകുന്നത്. അതായത് കെൻ ബെറ്റ്വ എന്ന ഈ ഒരു പ്രൊജക്ട്. ഈ ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മധ്യപ്രദേശിന്റെ 10% വനമാണ് നശിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ ഒരു പ്രൊജക്ടുമായി ബന്ധപ്പെട്ടുള്ള എൻവയോൺമെന്റ് ആയി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടുള്ളത്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് കെൻ ബെട്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ട്. അത് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ആയിട്ട് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർലിങ്ക് പ്രൊജക്ട് ആണ്, റിവർ ഇന്റർലിങ്ക് പ്രൊജക്ട് ആണ് കെൻ ബെട്വ റിവർ ഇന്റർലിങ്ക് പ്രൊജക്ട്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, MT ഫേവറേറ്റ് സ്റ്റോറി ടെല്ലർ ഓഫ് മോഡേൺ കേരള പാസസ് അവേ അറ്റ് 91. ആധുനിക കേരളത്തിന്റെ പ്രിയപ്പെട്ട കഥാകൃത്ത് MT അന്തരിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു, കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്തയാണിത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട കേരളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്, അതായത് MT അന്തരിച്ച കാര്യം. നമുക്ക് ഇതിന്റെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 2024 ഡിസംബർ 25 അന്തരിച്ച പ്രശസ്ത മലയാളം എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ ആരാണ്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ എഴുത്തുകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനായിരുന്നു. 91 വയസ്സായിരുന്നു MTക്ക്. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 1995. ഇപ്പൊ 1995 MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 1995 ആ സമയത്ത് ഏറ്റവും ചെറുപ്പം, പ്രായം കുറഞ്ഞൊരു വ്യക്തിയായിരുന്നു MT വാസുദേവൻ നായർ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തികളിൽ ഇന്ന് കേരളത്തിലെ എല്ലാ സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ ഇന്ത്യയിലെയും സാഹിത്യവുമായി ബന്ധപ്പെട്ട അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് MT വാസുദേവൻ നായർ. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ വിളിച്ചു ചേർത്ത ലോക ചെറുകഥ മത്സരത്തിൽ MT വാസുദേവൻ നായരുടെ ഏത് ചെറുകഥയാണ് ഒന്നാം സമ്മാനം നേടിയത്? വളർത്തുമൃഗങ്ങൾ, പെറ്റ് ആനിമൽസ്. പെറ്റ് ആനിമൽസ് അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറിയാണ് 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ വിളിച്ചു ചേർത്ത ലോക ചെറുകഥ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയിട്ടുള്ളത്. 1933 അദ്ദേഹം ജനിച്ചത്. അതായത് 21ാമത്തെ വയസ്സിൽ ആണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്, ന്യൂയോർക്കിന്റെ ഹെറാൾഡ് ട്രിബ്യൂണിൽ വിളിച്ചു ചേർത്തിട്ടുള്ള ലോക ചെറുകഥ മത്സരത്തിൽ. 1959 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ MT വാസുദേവൻ നായരുടെ ആദ്യ നോവൽ ഏത്? നാലുകെട്ട്. 1959 അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ പുറത്തിറങ്ങി. ആ നോവലിന് തന്നെ അദ്ദേഹത്തിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. നാലുകെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ. അതിനാണ് 1959 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, നാസ പാർക്കർ സോളാർ പ്രോബ്. നാസ പാർക്കർ സോളാർ പ്രോബ് എന്ന ഒരു ന്യൂസ് ഹെഡിംഗ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലെ ന്യൂസ് ആണ്. ഇത് നാസയുടെയും അതേപോലെ തന്നെ ഇന്ന് സൂര്യനെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ് നാസയുടെ പാർക്കർ സോളാർ പ്രോബ്. നമുക്ക് ഇതിന്റെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. നാസയുടെ ചരിത്രത്തിലെ ഏത് ബഹിരാകാശ പേടകമാണ് ഇതുവരെ സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയത്? പാർക്കർ സോളാർ പ്രോബ്. സൂര്യനോട് ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പേടകം, അത് പാർക്കർ സോളാർ പ്രോബ് ആണ്. അമേരിക്കൻ സ്പേസ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള നാസയുടെ ഒരു പേടകമാണ് പാർക്കർ സോളാർ പ്രോബ്. ഇതാണ് സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയിട്ടുള്ള ഒരു സോളാർ പ്രോബ്. 2024 ഡിസംബർ 24 സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് പാർക്കർ സോളാർ പ്രോബ് എത്ര അകലെയായിരുന്നു? 3.8 ദശലക്ഷം മൈൽ, അതായത് 6.1 ദശലക്ഷം കിലോമീറ്റർ അകലെ. ഏറ്റവും അടുത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്തെന്ന് പറയാൻ സാധിക്കും, അത്ര അടുത്ത് പോയിട്ടുള്ള ഒരു പേടകമാണ് അത്. ഡിസംബർ 24 ചൊവ്വാഴ്ചയാണ് നാസയുടെ പേടകമായിട്ടുള്ള പാർക്കർ സോളാർ പ്രോബ് ഇത്രയും അടുത്തെത്തിയിട്ടുള്ളത്. ഇതുവരെ ഇത്രയും അടുത്തെത്തിയിട്ടുള്ള ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പേടകം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇപ്പോൾ നാസയുടെയും അതുപോലെ തന്നെ വേൾഡിൽ തന്നെ പറയുമ്പോൾ സ്പേസ് ആയി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തെത്തിയിട്ടുള്ള ഒരു സോളാർ പ്രോബ്. സൂര്യനും ബുധനും തമ്മിലുള്ള ദൂരം എന്താണ്? 58.732 ദശലക്ഷം കിലോമീറ്റർ. സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ് ഗ്രഹമാണ് ബുധൻ, മെർക്കുറി. അപ്പൊ 58.732 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് മെർക്കുറി. എന്നാൽ സോളാർ പ്രോബ് ആയിട്ടുള്ള നാസയുടെ പാർക്കർ സോളാർ പ്രോബ് 6.1 ദശലക്ഷം അടുത്താണ് എത്തിയത്. ഒരു പ്രത്യേക രീതിയിലാണ് ഈ സോളാർ പ്രോബിനെ നിർമ്മിച്ചിട്ടുള്ളത്. പാർക്കർ സോളാർ പ്രോബിന്റെ വേഗത എത്രയാണ്? മണിക്കൂറിൽ 6,92,000 കിലോമീറ്റർ. മണിക്കൂറിൽ 3,94,000 മൈൽ സ്പീഡ് ആണ് പാർക്കർ സോളാർ പ്രോബിന്റെ വേഗത. നാസയുടെ പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ച വർഷം 12 ഓഗസ്റ്റ് 2018. 2018 ഓഗസ്റ്റ് 12 വിക്ഷേപിച്ച പാർക്കർ സോളാർ പ്രോബ് 2024 ഡിസംബർ 24 സൂര്യന്റെ ഏറ്റവും അടുത്തെത്തിയിട്ടുള്ളത്, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച. അതായത് 7 വർഷത്തെ ഒരു പ്രൊജക്ട് ആയിരുന്നു ഈ ഒരു പാർക്കർ സോളാർ പ്രോബ്.
ഇതാണിപ്പോൾ 6.1 ദശലക്ഷം കിലോമീറ്റർ അടുത്ത് വരെ എത്തിയിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും അടുത്തെത്തിയിട്ടുള്ള ഒരു സോളാർ പ്രോപ്പ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രസിഡന്റ് അപ്പോയിന്റ്സ് ന്യൂ ഗവർണേഴ്സ് ഇൻ 5 സ്റ്റേറ്റ്. 5 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ രാഷ്ട്രപതി നിയമിക്കുന്നു. ഏറ്റവും അടുത്തായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണത്. 2024 ഡിസംബർ 24 കേരളത്തിന്റെ പുതിയ ഗവർണറായി നിയമിതനായത് ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്, കേരളത്തിന്റെ ഗവർണർ മാറുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ. അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ ഒരു സ്ഥാനത്തേക്ക് കേരള ഗവർണർ ആയിട്ട് എത്തുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇദ്ദേഹം ബീഹാറിന്റെ ഗവർണർ ആയിരുന്നു. നിലവിൽ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായി ചുമതലയേൽക്കും? ബീഹാർ. ബീഹാർ എന്ന സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണർ ആയിരിക്കുള്ളൂ ആരിഫ് മുഹമ്മദ് ഖാൻ. അതുപോലെ തന്നെ കേരളത്തിന്റെ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2024 ഡിസംബർ 24 പ്രസിഡന്റ് ദ്രൗപദി മുർമു എത്ര ഗവർണർമാരെ നിയമിച്ചു? 5. 2024 ഡിസംബർ 24 കേരളം, ഒഡീഷ, ബീഹാർ, മിസോറാം, മണിപ്പൂർ എന്നീ 5 സംസ്ഥാനങ്ങളിൽ ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിലെ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2024 ഡിസംബർ 24 മിസോറാം ഗവർണറായി നിയമിക്കപ്പെട്ട മുൻ കരസേന മേധാവിയുടെ പേര് ജനറൽ വിജയ് കുമാർ സിംഗ്. ഡോക്ടർ കൂടിയായിട്ടുള്ള ജനറൽ വിജയ് കുമാർ സിംഗ് ആണ് മിസോറാം എന്ന സംസ്ഥാനത്തിന്റെ ഗവർണർ. ഇദ്ദേഹം 2 പ്രാവശ്യം കേന്ദ്രമന്ത്രിയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ ലോക്സഭ ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ചില്ല. പകരമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ മിസോറാമിന്റെ പുതിയ ഗവർണർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ പുതിയ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അതുപോലെ തന്നെ ബീഹാറിന്റെ പുതിയ ഗവർണർ ആയിരിക്കുള്ളൂ ആരിഫ് മുഹമ്മദ് ഖാൻ. 5 പേരെയാണ് ഈ പ്രാവശ്യം 2024 ഡിസംബർ 24 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നിയമിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, റിപ്പബ്ലിക് ഡേ 2025 15 സ്റ്റേറ്റ്സ് 11 മിനിസ്ട്രി ടു പ്രസന്റ് ടാബ്ലോ. 2025 റിപ്പബ്ലിക് ദിനം 15 സംസ്ഥാനങ്ങൾ 11 മന്ത്രാലയങ്ങൾ പട്ടികയിൽ അവതരിപ്പിക്കും. RD പരേഡ് വരാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 15 സംസ്ഥാനങ്ങളിലും 11 മിനിസ്ട്രീസിലും മന്ത്രാലയങ്ങളുടെ ടാബ്ലോ ആണ് വരാൻ പോകുന്ന റിപ്പബ്ലിക് ഡേ പരേഡ് ആയിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 റിപ്പബ്ലിക് പരേഡിൽ എത്ര സംസ്ഥാനങ്ങൾ അവരുടെ ടാബ്ലോയിൽ പങ്കെടുക്കും? 15. 15 സംസ്ഥാനങ്ങൾക്കാണ് ഈ പ്രാവശ്യത്തെ RD പരേഡിൽ അവസരം. ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്ന ഈ ഒരു പ്രക്രിയയാണ്. ഏതെല്ലാം സംസ്ഥാനങ്ങൾ വേണമെന്നും അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അനാലിസ് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ടാബ്ലോസിനെ RD പരേഡിലേക്ക് എടുക്കുന്നത്. 2025 റിപ്പബ്ലിക് പരേഡിൽ എത്ര കേന്ദ്ര മന്ത്രാലയങ്ങളുടെ വകുപ്പുകളുടെയും അവരുടെ ടാബ്ലോ പങ്കെടുക്കും? 11. 15 സ്റ്റേറ്റ്സിന്റെയും 11 മിനിസ്ട്രി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സിന്റെ ടാബ്ലോ ആണ് 2025 റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. 2025 റിപ്പബ്ലിക് ദിന ടാബ്ലോയുടെ തീം എന്താണ്? സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ്, സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും. സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് എന്ന ടീം ആണ് 2025 റിപ്പബ്ലിക് ദിന പരേഡ് ആയിട്ട് ബന്ധപ്പെട്ട ടാബ്ലോയുടെ തീം. 2025 റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏത് മന്ത്രാലയത്തിനാണ്? പ്രതിരോധ മന്ത്രാലയം. എല്ലാ വർഷം മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് തന്നെയാണ് RD പരേഡിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഓർഗനൈസ് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അപ്പൊ RD പരേഡ് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കറണ്ട് അഫയേഴ്സ് ആണത്. അതായത് 15 സംസ്ഥാനങ്ങളും 11 മിനിസ്ട്രീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഈ പ്രാവശ്യത്തെ വരാൻ പോകുന്ന RD പരേഡിലെ ടാബ്ലോ. ഇതിന്റെ തീം ആണ് സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് എന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് RD പരേഡ് സംഘടിപ്പിക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ റാങ്ക്സ് 49 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ 2024 ഇന്ത്യ 49ാം സ്ഥാനത്താണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024 പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് 49. അതായത് കഴിഞ്ഞ വർഷത്തെക്കാളും ഇന്ത്യയുടെ ഒരു വലിയൊരു മാറ്റം ആണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 60ാമത്തെ റാങ്ക് ആയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം 11 സ്പോട്ട് ഉയർന്നു വന്നു. 49 റാങ്കിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിച്ചു ഇന്ത്യയുടെ നെറ്റ്വർക്ക് റെഡിനെസ് എന്നൊരു കാര്യത്തിൽ.
നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 49ാം റാങ്ക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നെറ്റ്വർക്ക്, ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ്, അതുപോലെ തന്നെ നെറ്റ്വർക്കും എത്രത്തോളം ഇന്ത്യക്ക് ഓരോ വർഷത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു, ഓരോ മേഖലയിലേക്ക് ഓരോ പ്രദേശങ്ങളിലും നെറ്റ്വർക്കിന്റെയും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡിന്റെ കണക്ഷൻസ് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് എന്ന ഫെസിലിറ്റി വരുന്നതോടുകൂടി ജനങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഇതേപോലുള്ള കുറെ ക്രൈറ്റീരിയസ് നോക്കിക്കൊണ്ടാണ് ഒരു രാജ്യത്തിന് സ്ഥാനം നൽകാറുള്ളത്. ഇതനുസരിച്ച് ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് 40ാമത്തെ റാങ്ക് ആണ് ഇന്ത്യക്കുള്ളത്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 39ാം സ്ഥാനം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്. പുതിയ പുതിയ കാര്യങ്ങളിലേക്കുള്ള, പ്രത്യേകിച്ച് നെറ്റ്വർക്കായി ബന്ധപ്പെട്ട പുതിയ പുതിയ മേഖലയിലേക്കുള്ള നേട്ടങ്ങളെ കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥാനമാണ് 39th പൊസിഷൻ. 39ാമത്തെ സ്ഥാനത്തേക്ക് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സും അതുപോലെ തന്നെ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് അത് 41ാമത്തെ റാങ്കിലേക്കും ഇന്ത്യക്ക് എത്തിക്കാൻ സാധിച്ചു. ആഗോള ശാസ്ത്ര സാങ്കേതിക മികവ് കൈവരിക്കാൻ ഇന്ത്യൻ ഗവേഷണ നവീകരണ പ്രതിഭകളെ പ്രതിനിധീകരിക്കുന്ന സംഘടന ഏതാണ്? ANRF, അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഇന്ത്യൻ റിസർച്ച് നെറ്റ്വർക്ക് അതുപോലെ തന്നെ ഇന്നോവേഷൻ, സയന്റിഫിക് ആൻഡ് ടെക്നോളജി എക്സലൻസിൽ, ഗ്ലോബൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജി എക്സലൻസിൽ ഇന്ത്യനെ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടന എന്ന് പറയുമ്പോൾ അത് ANRF എന്ന സംഘടനയാണ്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു സംഘടനയാണ്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന പേരിലുള്ള ഈ സംഘടനയാണ് ഇന്ത്യയുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മികവ് കൈവരിക്കുന്നതിന് വേണ്ടി, ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടന. യുവ ഗവേഷകരെ സഹായിക്കാൻ പ്രധാനമന്ത്രിയുടെ ഏർലി കരിയർ റിസർച്ച് ഗ്രാന്റ് പദ്ധതി ആരംഭിച്ചത് ഏത് സംഘടനയാണ്? ANRF, അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച് ആയി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഈ സംഘടനയുടെ അണ്ടറിൽ വരുന്ന ഒന്നാണ് പ്രൈം മിനിസ്റ്റർ ഏർലി കരിയർ റിസർച്ച് ഗ്രാന്റ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാന്റ്. യങ് റിസർച്ചിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ് പ്രൈം മിനിസ്റ്റർ ഏർലി കരിയർ റിസർച്ച് ഗ്രാന്റ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാന്റ്. ഇതിനുവേണ്ടി മുൻകൈയെടുക്കുന്ന ഓർഗനൈസേഷൻ ആണ് ANRF, അതായത് അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ലോഞ്ചസ് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി ഇനിഷ്യേറ്റീവ് ടു എംപവർ ഗ്രാസ് റൂട്ട് ഗവർണൻസ്. ഏറ്റവും താഴെത്തട്ടിലുള്ള ഭരണം ശാക്തീകരിക്കുന്നതിനുള്ള വികസിത് പഞ്ചായത്ത് കർമ്മയോഗി സംരംഭം ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആരംഭിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി എന്ന ഒരു പുതിയ സ്കീം ലോഞ്ച് ചെയ്തു, പുതിയൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. ഇത് താഴെത്തട്ടിലുള്ള ഭരണം ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്ട് ആണത്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 25 താഴെത്തട്ടിലുള്ള ഭരണം ശാക്തീകരിക്കുന്നതിനുള്ള വികസിത് പഞ്ചായത്ത് കർമ്മയോഗി സംരംഭം ആരാണ് ആരംഭിച്ചത്? ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അദ്ദേഹമാണ് ഡിസംബർ 25 ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മദിനം എല്ലാ വർഷവും ആഘോഷിക്കുന്നത് ഏത് പേരിലാണ്? സദ്ഭരണ ദിനം, അതായത് ഗുഡ് ഗവർണൻസ് ഡേ എന്ന് പറയുന്ന ദിവസമാണ് എല്ലാ വർഷം ഡിസംബർ 25. ക്രിസ്മസിന്റെ അന്ന് തന്നെയാണ് ഗുഡ് ഗവർണൻസ് ഡേ എന്ന് പറയുന്ന ഈ ഒരു ദിനവും. മുൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഈ ദിനത്തെ ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. 100ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു ഈ വർഷം 2024. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി എന്ന ഒരു പ്രൊജക്ട്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ വീർ ബാൽ ദിവസ് പ്രോഗ്രാം ഓൺ 26 ഡിസംബർ ഇൻ ന്യൂഡൽഹി. ഡിസംബർ 26 ന്യൂഡൽഹിയിൽ വീർ ബാൽ ദിവസ് പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡിസംബർ 26 ഈ ദിവസമാണ് വീർ ബാൽ ദിവസ്. ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പങ്കെടുത്തിരുന്നു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആരുടെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും 2024 ഡിസംബർ 26 വീർ ബാൽ ദിവസ് ആചരിക്കുന്നത്? സാഹിബ് സാദ സൊറോവർ സിംഗ്, സാഹിബ് സാദ ഫത്തേ സിംഗ്. ഡിസംബർ 26 വീർ ബാൽ ദിവസ്
എല്ലാ വർഷവും ആചരിക്കുന്നത് സാഹിബ് സാദ സറോവർ സിംഗും സാഹിബ് സാദ ഫത്തേ സിംഗ് എന്നിവരുടെ പേരിലാണ്. ആരാണ് ഈ രണ്ടുപേർ? സിഖുകാരുടെ 10ാമത്തെ ഗുരു ആയിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ്, അദ്ദേഹത്തിന്റെ 4 മക്കളിൽ 2 പേരാണ് സാഹിബ് സാദ സറോവർ സിംഗും സാഹിബ് സാദ ഫത്തേ സിംഗ്. വളരെ ചെറിയ പ്രായത്ത് ആ സമയത്ത് സർഹിന്ദ് എന്ന പ്രദേശത്തെ മുഗൾ ഗവർണർ ആയിരുന്ന വസീർ ഖാൻ മൂലം അതിക്രൂരമായിട്ട് വധിക്കപ്പെട്ട 2 കുട്ടികളാണ് സാഹിബ് സാദ സറോവർ സിംഗും സാഹിബ് സാദ ഫത്തേ സിംഗ്. സിഖുകാരുടെ 10ാമത്തെ ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ്, അദ്ദേഹത്തിന്റെ 4 മക്കളിൽ 2 പേരായിരുന്നു സാഹിബ് സാദ സറോവർ സിംഗും സാഹിബ് സാദ ഫത്തേ സിംഗും. മറ്റു 2 മക്കളെയും സർഹിന്ദിന്റെ മുഗൾ ഗവർണർ ആയിരുന്ന വസീർ ഖാൻ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ബാറ്റിൽ ഓഫ് ചംകോർ അല്ലെങ്കിൽ ചംകോർ യുദ്ധത്തിൽ വെച്ചാണ് ഗുരു ഗോബിന്ദ് സിംഗിന്റെ മൂത്ത 2 മക്കളായിട്ടുള്ള സാഹിബ് സാദ അജിത് സിംഗും സാഹിബ് സാദ ജുഹാർ സിംഗിനെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. പോഷിത് ഗ്രാമപഞ്ചായത്ത് അഭിയാൻ ഏത് തീയതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചത്? വീർബാൽ ദിവസ് 2024 ഡിസംബർ 26. അപ്പൊ ഡിസംബർ 26-ാം തീയതിയാണ് വീർബാൽ ദിവസ്. ഈ ദിവസമാണ് സുപോഷിത് ഗ്രാമപഞ്ചായത്ത് അഭിയാൻ എന്ന പേരിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു പ്രൊജക്ട് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വീർബാൽ ദിവസ് എന്നാൽ സാഹിബ് സാദ് സറോവർ സിംഗ്, സാഹിബ് സാദ് ഫത്തേ സിംഗ് ഇവരുടെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഡിസംബർ 26-ാം തീയതി വീർബാൽ ദിവസ് ആചരിക്കുന്നത്. ധീരത, നവീകരണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം, കല എന്നീ മേഖലകളിൽ വീർബാൽ അവാർഡുകൾ 2024-ൽ എത്ര കുട്ടികൾക്ക് ലഭിച്ചു? 17 കുട്ടികൾ. എല്ലാ വർഷം കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന അവാർഡ് ആണ് വീർബാൽ അവാർഡ്സ്. ഇത് എല്ലാ വർഷം ഡിസംബർ 26-ാം തീയതി നൽകുന്ന അവാർഡ് ആണ്. ഈ പ്രാവശ്യം 17 കുട്ടികൾക്കാണ് വീർബാൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ അവസാനത്തെ ഒരു ഹെഡിങ് ആണ് ഇന്ത്യ അപ്പോയിന്റ്സ് IAS അരുണിഷ് ചാവ്ല ആസ് ദി ന്യൂ റവന്യൂ സെക്രട്ടറി. ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറിയായി IAS അരുണിഷ് ചാവ്ലയെ നിയമിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് റവന്യൂ ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ധനകാര്യ മന്ത്രാലയത്തിലെ പുതിയ റവന്യൂ സെക്രട്ടറിയെ ആരാണ് നിയമിതനായത്? അരുണിഷ് ചാവ്ല. അപ്പൊ അരുണിഷ് ചാവ്ലയാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ റവന്യൂ സെക്രട്ടറി. മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ ഏറ്റവും ഉയർന്ന ഒരു പോസ്റ്റ് ആണ് റവന്യൂ സെക്രട്ടറി. അതായത് ഫിനാൻസ് മിനിസ്റ്റർ കഴിഞ്ഞാൽ അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് ആണ്. അടുത്തൊരു വ്യക്തിയാണ് റവന്യൂ സെക്രട്ടറി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് അരുണിഷ് ചാവ്ല ഫിനാൻസ് മിനിസ്റ്ററുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. ഇന്ത്യയുടെ ധനമന്ത്രിയും കോർപ്പറേറ്റ് കാര്യമന്ത്രിയും ആരാണ്? നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്ററും മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അത് നോക്കുന്ന മിനിസ്റ്റർ ആണ് നിർമ്മല സീതാരാമൻ. അപ്പൊ നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 35 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ തന്നെ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ കോമ്പറ്റീഷനിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.